ആശാനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ പ്രേതം ഒരുപാട് വീട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്താ ക്ലിയർ ആയിട്ട് കാണിച്ചു കേട്ടോ. ഒരു ചേച്ചി പറയുന്ന വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യാൻ ജസ്റ്റ് അതും കൂടെ കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോവാട്ടോ. ഇതാ പിടിച്ചോ. അതിരപ്പള്ളി കൂടെ രാത്രി സമയങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും പൊതുവെ പറയാറുള്ള ഒരു സ്റ്റോറിയാണ് അവിടെ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ചെറിയ ആൺകുട്ടിയുടെ കഥ. അതില് ഈ ഒരു കുട്ടീനെ രാത്രി സമയങ്ങളിലാണ് ആളുകൾ കാണാന്നാണ് പറയുന്നത്. ഇപ്പൊ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന ആളുകള്, പിന്നെ അതുപോലെ ഒരുപാട് പേര് ഇപ്പൊ ആ വഴി ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേര് ഈ കുട്ടീനെ കണ്ടതായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പല സ്ഥലത്തും ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി ആരെങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ കുട്ടീനെ അന്വേഷിച്ച് പോകുന്നവരെല്ലാം ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ അതിരപ്പള്ളി വനമേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ ഇപ്പൊ തൃശ്ശൂർ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതുപോലത്തെ ഹൊറർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഇതുപോലത്തെ പല ഹൊറർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഹൊറർ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് DM ചെയ്ത് തന്നാലും മതി. ആൻഡ് അതിരപ്പള്ളിയിലത്തെ ഈ ഒരു ഫാക്ട് കറക്റ്റ് ആണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, അതും കൂടെ കമന്റ് ചെയ്യാം. അത് പോട്ടെ, ഇപ്പൊ കേരളക്കാർ പറഞ്ഞാലും കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ നടക്കുന്നത് വൈറലായി കിടക്കുക. ആ വീഡിയോ കൂടെ കാണും നിങ്ങൾ. அதிரப்பள்ளி ஒரு பேய்களின் காடுன்னு சொல்லிட்டு எத்தனை பேருக்கு வந்து தெரியும். இங்க மர்மமான விஷயம் வந்து நிறையவே இருக்குன்னு சொல்லிட்டு புராண கதையில வந்து சொல்லப்படுது. இந்த மலைகள்ல வந்து காட்டு யானைகள் ரொம்ப ஆக்ரோஷமா வந்து இருக்குமா. முக்கியமான விஷயம், நீங்க அங்க போற மாதிரி இருந்துச்சாக்க தயவு செய்து காரை விட்டு மட்டும் இறங்கிறாதீங்க. ஒரு வேளை நீங்க இறங்கிட்டீங்கன்னு வச்சுங்களேன், அதுக்கப்புறம் என் வாயில நான் சொல்றதுக்கு விரும்பல. இந்த மலையில காரை விட்டு இறங்கினா நிறைய பேர் வந்து இறந்து போயிருக்காங்க. நம்ம காரை விட்டே வந்து இறங்கலனா கூட வந்து ஆக்ரோஷமா வந்து யானை வந்து காட்டுமா. அதை விட முக்கியமான விஷயம் என்னன்னு கேட்டீங்கன்னாக்கா 60 கிலோமீட்டருக்கு சிக்னலே வந்து கிடையாது. அந்த அளவுக்கு பார்த்தா ரொம்ப ஆபத்தான காடு. மொபைல் இருக்கிற காலத்துல சிக்னலே இல்லைன்னா வந்து எப்படி இருக்கும் எக்ஸ்பீரியன்ஸ் பண்ணா. நீங்க இந்த அடர்ந்த காட்டுக்குள்ள போகும்போது உங்களுக்கு ஒரு மாதிரி சகலாம் வந்து കണ്ടില്ലേ. ഇതൊക്കെ അറിഞ്ഞ് എന്റെ കൂട്ടുകാരന്മാർ ആതിരപ്പള്ളി വാട്ടർഫോൾസിന് അടുത്തുള്ളവരുണ്ട്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ് വീഡിയോ അയച്ചു കൊടുത്തു. അവർ രാത്രി നേരങ്ങളിൽ അവർ പോയ യാത്രകൾ അതുകൊണ്ട് പിടിച്ചോ. ഇതാ കണ്ടോ. ഹായ്, ഇൻസ്റ്റാമിൽ ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വന്നോ. ഇതാണ് വീഡിയോ. അപ്പൊ ഗേസ് സമയം രാത്രി 9:19 ആയിട്ടുണ്ട്. അപ്പൊ തമ്മ ഈ കൊച്ചിനെ അന്വേഷിച്ചൊന്ന് പോവാണ്. ഈ കൊച്ചിനെ അന്വേഷിച്ച് പോണ ആൾക്കാര് ദുരൂഹത സാഹചര്യത്തിൽ മരണപ്പെടും സാഹചര്യത്തിൽ മരണപ്പെടുന്നതാണ് പറഞ്ഞത്. ഇവിടെ അറിയില്ല. എന്തായാലും ഞങ്ങള് ഇത്ര സമയമായി. എന്നിട്ട് ചോരക്കണ്ണനാ, എന്നിട്ട് തെളങ്ങണ അവനെ പിടിച്ചിട്ട് കാര്യമുള്ളൂ. പോയിട്ടില്ല ചോരക്കണ്ണ. ഗംഭീര മഴയായി. ഞങ്ങൾ പ്രതികാരം നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ കണ്ടാശാനെ, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതൊക്കെ വെറും ഒരു അടവുകൾ മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. കാണില്ല എല്ലാവരും. കുറച്ച് ഏറെ അങ്ങോട്ടും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എന്താ വെള്ളത്തിനോട് നടക്കാൻ തുടങ്ങി കുറച്ച് നേരമായല്ലോ. ചേട്ടാ ഒത്തിരി നല്ല തണുപ്പ്, അതുകൊണ്ടാണ് ഒരു തണുപ്പ് ഈ ചൂടിയിട്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു കാറിന് പോണ വീട്ടുണ്ടല്ലോ, അതും ഞാൻ ബാക്കിൽ വന്ന ഒരാൾ സെയിം തന്നെയാണ്. ആ സെയിം പറഞ്ഞ ഇതേപോലെ തന്നെ ആക്ടിങ് തന്നെയാണ്. വേറെ അത്ര പ്രേതം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ എന്തിനാ പേടിക്കണത്? ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ഡോഗ് മരണപ്പെട്ടു, വേറെ ഡോഗ് അടുത്തുണ്ട്. അത് ജീവനുള്ള ഡോഗ് അടുത്ത് കൂടെ പോവാൻ. ആ ഡോഗ് എന്താ മണത്തിട്ട് മിണ്ടാതെ പോവുള്ളൂ. മനസ്സിലായോ? അതിനോട് അധികം ആലോചിക്കില്ല. ഓക്കെ, മനുഷ്യന്മാരങ്ങനല്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മുഖം കണ്ടു സ്കാനൊക്കെ ചെയ്ത് പിന്നെ രാത്രി നേരങ്ങളാണ് വഴി കൂടെ പോകുമ്പോൾ നമ്മൾ പിന്നെ ഫുള്ള് ആലോചനയായിരിക്കും. ആ മോൻ കാണും, ബാക്കിൽ ആള് വരുമോ? ശരിയല്ല. കാരണം നമുക്ക് കുറച്ച് ബുദ്ധി കൂടുതലുണ്ട്. നമ്മൾ അധികം ചിന്തിക്കുകയാണ്. ഒരു പുണ്ണാക്കുമില്ല. ഓക്കെ, അപ്പോൾ ബൈ.